തുടർച്ചയായിട്ടുള്ള രണ്ടാം വർക്കിന്റെയും കേരള ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ബാബുവിനെ കേന്ദ്ര കഥാപാത്രമെടുത്തിയ അനൂമി. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്ക് സർവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സാധാ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് അനൂമി എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ചൊവ്വാഴ്ച ദിവസമായിട്ടുള്ള ഇന്നത്തെ 5 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ് അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഭാവന റഹ്മാൻ, ഷെബിത് ബെൻസൺ, വിഷ്ണു അഗസ്ത്യ, ബിനു പപ്പു, അർജുൻ രാജ് തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി റിയാസ് മാരാത്ത് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു അനോമി ദി ഇക്വേഷൻ ഓഫ് ഡെത്ത് എന്ന് പറയുന്ന സിനിമ. ഒരു സ്കൈഫൈ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം പ്രഷർ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് കേരളത്തിൽ കാണാൻ സാധിക്കുന്നത്. വർക്കിന്റെ ചിത്രത്തിന് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ തമിഴ് പതിപ്പിനും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും കേരളത്തിൽ അത്യാവശ്യം ഭേദപ്പെട്ട ഒരു കളക്ഷൻ ചിത്രം വർക്കിന്റെ നിലനിർത്തിയിട്ടുണ്ട്. ചിത്രത്തിന് ചൊവ്വാഴ്ച ദിവസത്തെ സ്കാനിലേക്ക് പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം ചിത്രം ഏകദേശം 14 ലക്ഷം രൂപയോളം സ്വന്തമാക്കി അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഭാവനയ്ക്കൊപ്പം തന്നെ റഹ്മാൻ കേന്ദ്ര കഥാപാത്രത്തെ ചിത്രം പ്രഷർ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു നേരിയ തോതിലെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വർക്കിൻ്റെ സാധാരണ നെഗറ്റീവ് അഭിപ്രായങ്ങൾ നേടുന്ന ചിത്രങ്ങൾക്കെല്ലാം തന്നെ ബുക്ക് മൈ ഷോ ട്രെൻഡിങ് പോലും വരാൻ സാധിക്കാതെ ഹൗസ്ഫുൾ ഷോകൾ പോലും നേടാതെ പിൻവലിയുന്ന കാഴ്ച നമ്മൾ കണ്ടാണ്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അനോമിക്ക് നല്ല രീതിയിൽ തിയേറ്ററുകൾ ഹോൾഡ് ചെയ്യാനും അത്യാവശ്യം വർക്കിൻ്റെ അടക്കം നല്ല രീതിയിൽ കളക്ഷൻ ഉയർത്താനും സാധിക്കുന്നുണ്ട്. ചിത്രത്തിന്റെ സ്കാനിംഗ് പുറത്തുവരുന്ന 5 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം 1,05,00,000 രൂപയോളം ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് കാത്തിരിക്കുന്ന ചിത്രത്തിന് വരും ദിവസങ്ങളിൽ വലിയ കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ അനോമി എന്ന് പറയുന്ന ഭാവന ചിത്രം ഇതിനോട് തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും.